ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന പൂർണ്ണത്രയീശ്വര ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ ഒന്നുമല്ല, അവിടെ വൃശ്ചികോത്സവം നടക്കുകയാണ്. നവംബർ 19 തൊട്ട് 26 വരെയാണ് കേട്ടോ. നമ്മുടെ പെരുവനം കുട്ടന്മാരാരടക്കം ഒരുപാട് മേളപ്രമാണികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, അങ്ങനെ ഒരുപാട് ഗജവീരന്മാരും എഴുന്നള്ളിക്കുന്ന ഒരു ഫേമസ് വൃശ്ചികോത്സവമാണ് കേട്ടോ. ഇവിടെ 5000 വർഷം പഴക്കമുണ്ട് ഈ ടെമ്പിളിന്. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണു ആണ് കേട്ടോ. സന്താന ഗോപാലൻ എന്ന ഇതിലാണ് നമ്മൾ പ്രതിഷ്ഠ നടത്തുന്നത്. കാരണം കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ള അനുഗ്രഹം ലഭിക്കുകയും അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ ശ്രീ പൂർണ്ണത്രയീശ്വരൻ. ഈ ടെമ്പിളിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുന്നത് കേട്ടോ. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കേട്ടോ ഈ ടെമ്പിൾ വരുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ആദരണീയമായ ടെമ്പിളിൽ ഒരെണ്ണം കൂടിയാണ് കേട്ടോ ഇത്. പഴയ കൊച്ചി രാജ്യത്തിലെ 8ാമത്തെ രാജകീയ സ്ഥാനം കൂടി ഈ ടെമ്പിളിനുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് മഹത്തായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടെമ്പിളും കൂടിയാണിത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. സോ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവിടേക്കുള്ളൊരു ക്യൂ ആണ് കേട്ടോ ഇത്. ഇത്രയധികം ജനങ്ങൾ ഈ സമയത്തും ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കാണുന്നുണ്ടല്ലോ, ഒരുപാട് ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അലങ്കരിച്ചാണ് കേട്ടോ നമ്മൾ ഈ വൃശ്ചികോത്സവം ആഘോഷിക്കുന്നത്. ഇത്രയും ക്യൂ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെന്നു കേട്ടോ. ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല, പുറമേയുള്ള വീഡിയോസൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗജവീരന്മാർ അണിനിരക്കുന്ന ഒരു വൃശ്ചികോത്സവം കൂടിയാണ് കേട്ടോ. സോ ഇതാണ് ഗജവീരന്മാരിൽ ഒരാൾ, ഉട്ടോളി മഹാദേവൻ. ഈ ഒരു ആന മാത്രമല്ല കേട്ടോ, അവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു. ഇവിടുത്തെ വൃശ്ചികോത്സവത്തോടു കൂടിയാണ് കേരളത്തിലെ ബാക്കിയുള്ള ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അത്തച്ചമയം, ഉത്രം വിളക്ക്, ശങ്കരനാരായണ വിളക്ക്, 9ാം തീയതിയിൽ ഉത്സവം, പുറം ഉത്സവം, അങ്ങനെ ഒരുപാട് ഉത്സവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അവിടെയുള്ള അടുത്ത ഗജവീരൻ. അങ്ങനെ ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ദർശന ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 3:45 ഭഗവാനെ പള്ളി ഉണർത്തി 4 മണിക്ക് നട തുറക്കും. 11:15 ആകുമ്പോൾ കാഴ്ചശിവേലിക്ക് ശേഷം നട അടയ്ക്കും. പിന്നീട് വൈകുന്നേരം 4 മണിക്ക് വീണ്ടും നട തുറന്ന് 8 മണിയാകുമ്പോൾ അത്താഴശിവേലി ഉണ്ടാവും. അതിനുശേഷം നടയടക്കും. ഇങ്ങനെയാണ്. വൈകുന്നേരം ടൈമിലാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാല് കുത്താൻ പോലും സ്പേസ് ഉണ്ടാവില്ല, അത്രയും ജനത്തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ വന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് പൊന്നുരുന്നിയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലും കൂടെ കയറി കേട്ടോ. ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബൃന്ദാവൻ വെജ് റെസ്റ്റോറൻറ്റ് പാലാരിവട്ടത്താണ് പോയത്. ഗീ റോസ്റ്റ്, പൂരി, ചായ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. സോ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പൂർണ്ണം, ത്രയം, ഈശം, ഈ 3 വാക്കിൽ നിന്നാണ് പൂർണ്ണത്രയീശൻ എന്ന പേരുണ്ടായത്. അതുമാത്രമല്ല, എല്ലാം തികഞ്ഞ അറിവിൻ്റെ ദൈവം എന്നും കൂടെ ഇതിനർത്ഥമുണ്ട്. പണ്ട് അർജുനന് കിട്ടിയ വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.